നമ്മുടെ വീട്ടില് 4 സ്ഥലത്തായിട്ട് ഓരോ വേപ്പ് വീതം നട്ടതാണ്. ഈ 4 സ്ഥലത്തും കാട് പോലെ വേപ്പ് വളർന്നു. വേപ്പിങ്ങനെ കാട് പോലെ വളരാനും കീടശല്യമില്ലാത്ത ഇട കിട്ടാനും വേപ്പ് നടുമ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് മാറിയുള്ള സ്ഥലത്ത് നടുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി കീടശല്യം കുറെ കുറയും. പിന്നെ വേപ്പ് വേരിൽ നിന്നും പൊട്ടിക്കിളിർക്കും. അതുകൊണ്ട് ചൂലുപയോഗിച്ച് എപ്പോഴും അവിടെ വൃത്തിയാക്കാതെ ഇരിക്കുന്നതും ഗുണം ചെയ്യും. വേനൽക്കാലമാവുമ്പോൾ വേപ്പ് നിറയെ പൂവിടും. ഈ പൂവൊക്കെ കായയാകും. അത് വീണ് കിളിർത്തും നിറയെ കുഞ്ഞു വേപ്പ് ഉണ്ടാകും. പിന്നെ വേപ്പിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നമ്മൾ അതിന്റെ അടുത്ത് ചെല്ലാത്തതാണ് അതിനിഷ്ടം. എപ്പോഴും ഇല മുറിച്ചാൽ ചെടി മുരടിക്കും. ചെറിയ ചെടിയുടെ കാര്യമാണ് പറഞ്ഞത്. കുറെ ഉള്ളവർക്കും വലിയ മരം ഉള്ളവർക്കും പ്രശ്നമില്ല. കാരണം തലപ്പ് കട്ട് ചെയ്താൽ കുറെ ശിഖരം വരും. പിന്നെ വളപ്രയോഗം ഞാൻ ചെയ്യുന്നത്, മീൻ കഴുകിയ വെള്ളം, ബയോഗ്യാസ് സ്ലറി, തൈര് ഒക്കെ വല്ലപ്പോഴും ഒഴിച്ചു കൊടുക്കും. പിന്നെ വേപ്പിന്റെ മെയിൻ വളം കരിയില കമ്പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ എപ്പോഴും തൂക്കാത്ത സ്ഥലത്ത് നിൽക്കുന്ന കറിവേപ്പാണ് കാട് പോലെ വളരുന്നത്. പിന്നെ എനിക്ക് ഒരു VIP കറിവേപ്പുണ്ട്. അത് ഒന്നേ ഉള്ളൂ. വളരെ അപൂർവമായി മാത്രമേ പൊട്ടിക്കിളിർക്കാറുള്ളൂ. കായ അധികം പിടിക്കാറില്ല. ഇതിൻ്റെ ഇല മറ്റേതിനെ അപേക്ഷിച്ച് ചെറുതാണ്, നല്ല നീണ്ടിട്ടാണ്, പിന്നെ നല്ല സ്മെല്ലുമാണ്. ഇതിന് കുറച്ച് കെയർ ഒക്കെ വേണം. ഹരിത കഷായമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചില ക്ലൈമറ്റിൽ ഇലയിൽ കറുത്ത കുത്ത് പോലെ കാണാറുണ്ട്. കാലാവസ്ഥ മാറുമ്പോൾ തനിയെ മാറും. വലിയ ഇലയുള്ള പ്ലാന്റിനാണ് ഫംഗസ് ബാധ കൂടുതൽ. ചെറിയ ഇലയുള്ള പ്ലാന്റിന് ഫംഗസ് ബാധയും കീടശല്യവും ഒക്കെ കുറവാണ്. പുളിച്ച കഞ്ഞിവെള്ളം, ഗോമൂത്രം, കാന്താരി മുളക്, വേപ്പെണ്ണ ഇതിലേതെങ്കിലുമൊക്കെ മാറി മാറി ഫംഗസ് ബാധയ്ക്ക് അടിച്ചു കൊടുക്കാറുണ്ട്.